മീനുണ്ടോ പുണ്യ പതുക്കെ പതുക്കെ വലിച്ചാൽ മതി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇന്ന് ഫിഷിങ്ങിനായിട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അഴീക്കലോട്ടല്ല, നമ്മളിന്ന് എല്ലാ വട്ടവും പോകുന്നത് നമ്മൾ അഴീക്കൽ സൈഡിലോട്ടായിരുന്നു നമ്മൾ ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ അതുകൊണ്ട് ഇന്ന് വെറൈറ്റി ആയിട്ടൊരു വേറൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ മീൻ കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എല്ലാവരും വായോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യാത്ര. നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് ഇപ്പോൾ പുത്തൂരാണ് വരുന്നത്. നല്ല ദൂരമുണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കരുനാഗപ്പള്ളിയിലോട്ടാണ്. കരുനാഗപ്പള്ളി ചെന്നതിന് ശേഷം അവിടുന്ന് അനിയന്മാരെ കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോകുന്നത്. അവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് പോകാൻ. അപ്പം പോകുന്ന വഴിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇങ്ങനെ കണ്ട് പോവാം. നമ്മളിപ്പം സ്ഥലം പാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുകയാണ്. പാങ്ങോട്, പുത്തൂര് പാങ്ങോട് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണെങ്കിൽ ഒരു കമന്റ് ഒക്കെ ചെയ്യുക. ആരെങ്കിലും ഒക്കെ ഇവിടുന്ന് നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നെയിം മെൻഷൻ ചെയ്യുക നമ്മുടെ വീഡിയോയിൽ. അപ്പൊ നമ്മൾ അങ്ങനെ ഫർണിക്കാവ് എത്തിയിരിക്കുകയാണ്. ഫർണിക്കാവ് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും. ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മളിപ്പം ഇവിടെ ശക്തികുളങ്ങരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടാണ് നേരത്തെ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ശക്തികുളങ്ങര പോയിട്ട് നമുക്കൊന്ന് ഇന്ന് ഇട്ട് നോക്കാന്ന് ഓർത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂണ്ട എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഫിഷിങ് ചെയ്യാം. എന്തെല്ലാം മീൻ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നീണ്ടകര ഹാർബറാണ്. നല്ല രസമുണ്ട്. ഫിഷിങ്ങിന് വേണ്ടി പോകാൻ പോവാണ്. ബൈറ്റ്സ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നല്ല മഴക്കോളമായിട്ടുണ്ട്. ഇപ്പം മീൻ അടിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ മീൻ കിട്ടും എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. ഓക്കെ, പൊളിക്കണം നമുക്കിന്ന്. പക്ഷെ എൻ്റെ കൈ മൊത്തം ആയല്ലോടാ. തുടയ്ക്കാനൊന്നും ഇല്ലല്ലോടി. തുടയ്ക്കാനൊന്നും ഇല്ലല്ലോ. അയ്യോ, നല്ല മഴടാ. നമ്മൾ നനഞ്ഞായിരിക്കും വണ്ടിക്കകത്ത് കയറാൻ പോന്നെ. നല്ല മഴ കേട്ടോ. മഴ പോവും. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇട്ടേക്കുമാണ്. നമുക്ക് എന്തൊക്കെ ഇട്ട് നോക്കാം. ഫസ്റ്റ് നമ്മളൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മഴയുണ്ട്. നമ്മൾ കോട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നല്ല ഇത്ര മഴ വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല വെയിലായിരുന്നു. പുണ്യ പതുക്കെ പതുക്കെ വലിച്ചാൽ മതി. പതുക്കെ വലിക്ക്. കിട്ടിയ മോഡല് ചട്ടിയും തുണി ഇതുപോലെ തുറന്നല്ലേ അവിടെ പോയപ്പോഴത്തെ അവന് ഒരു മടലും ഒക്കെ അടിച്ചോണ്ട് നോക്കത്തുണ്ടായിരുന്നു. ഗൈസ്, അപ്പം നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ അനിയനാണ് അടിച്ചിരിക്കുന്നത്. നമ്മുടെ വറ്റ മീനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചെറിയ വറ്റയാണ് നമുക്ക് കിട്ടിയത്. അടിച്ചിറക്ക്. അയ്യോ, അവിടെ കുരുങ്ങിയടി.
മീനുണ്ടാ. അങ്ങനെ ആ മീൻ പോയിരിക്കുകയാണ് ഗേസ്. നമ്മുടെ ആ മീൻ പാറയുടെ ഇടയിലോട്ട് കയറി നമ്മുടെ ചൂണ്ടയും പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. വറ്റ വീണ്ടും പിടിച്ചിരിക്കുകയാണ്. പിടിച്ചിട്രാ. നമുക്ക് മീൻ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. എന്താ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ടൈം എടുത്തിട്ട് മീൻ കിട്ടാതിരിക്കുന്ന. ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മള് സ്ഥലം ഫസ്റ്റ് ടൈം ഇവിടെ പുതിയതായിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്നതും. അതിൻ്റെയും അറിയത്തില്ല എന്താന്നുള്ള കാര്യം, നമുക്കൊരു പിടിയില്ല. കിട്ടുമായിരിക്കും, മീൻ കിട്ടുമായിരിക്കും, നമ്മൾ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ അനിയൻ ഒരു മീൻ വീണ്ടും പിടിച്ചിരിക്കുകയാണ്. എന്താ മീൻ എന്ന് നമുക്ക് നോക്കാം. അതാ ഒരു കോരമീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം കുഴപ്പമില്ലാത്ത സൈസിലുള്ള ഒരു കോരമീനാണ് ഇപ്പോൾ നമുക്ക് അടിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫുൾ ടൈം ഫിഷിങ്ങിനായിട്ട് നോക്കിയിട്ട് നമുക്ക് ഒരു മീൻ പോലും അടിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ദാ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കോരമീനാണ് നമുക്കിപ്പോൾ അടിച്ചേക്കുന്നത്. നമ്മൾ ഇത്രയും ടൈം നോക്കിയിരുന്നിട്ടും നമുക്ക് ഒരു മീനും അടിക്കുന്നില്ല. ഇത്രയും ടൈം എടുത്തിട്ടാണ് നമുക്കിപ്പോൾ ഒരു മീൻ അടിക്കുന്നത്. ഏകദേശം ഒരു 8 മണിയോട് ആവുന്ന സമയം. അപ്പോഴാണ് നമുക്കൊരു കോരമീൻ അടിച്ചേക്കുന്നത്. ഈ മീനാണെങ്കിൽ ഇതിൻ്റെ ഇര മൊത്തം ഫുള്ളായിട്ട് വായ്ക്കകത്താക്കുന്നുണ്ട്. ആ ഹൂക്കപ്പ് ചെയ്ത് നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ഹൂക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി നല്ല പാടായിരുന്നു. നമ്മൾ എങ്ങനെയായാലും അതിനെ ഹൂക്ക് റിലീസ് ചെയ്ത് എടുത്ത് നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് മീൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇന്നത്തെ ദിവസം ഫുള്ള്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത കാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ. ഇത്രയും മീനാണ് നമുക്കിന്ന് കിട്ടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കണ്ട. ഹൂക്ക് ബിഗ്സ് ആൻഡ് ബൈറ്റ്സ്.